അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബെഡ്റൂം ഉണ്ടാക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ഒരു ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്താണ് നമ്മൾ എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് പൊട്ടിച്ച് മാറ്റിയിട്ടാണ്. അപ്പോൾ ഇതാണ് എൻചാൻറ്റിങ് ടേബിൾ വെച്ചേക്കുന്ന റൂം. ഇത് പൊട്ടിച്ചിട്ട് മാറ്റിയിട്ട് നമ്മൾ ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനാണ് ഇവിടുത്തെ ഇതൊക്കെ പൊട്ടിച്ച് മാറ്റുന്നത്. അപ്പം ഞാനിവിടെ പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ താഴത്തെ ബ്ലോക്കൊക്കെ നമുക്ക് മാറ്റി വേറെ ഡീപ്പ് സ്ലെച്ച് അങ്ങ് വെക്കണം. പിന്നെ ഇവിടെ ഇത്തിരി സ്റ്റോണൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. സിദ്ദീസ് പ്രോ പറയുന്ന ബ്ലോക്കാണ് വെക്കാൻ പോകുന്നത്. ഈ ഓക്ക് വുഡ് സ്ട്രിപ്പ് ചെയ്തതൊക്കെ പൊട്ടിച്ച് മാറ്റണം. എന്നിട്ട് നമുക്ക് വേറെ ഡീപ്പ് സ്ലെച്ച് അങ്ങ് വെക്കണം. നമുക്ക് കാർപ്പറ്റും പൊട്ടിച്ച് മാറ്റാം. സിദ്ദീസ് പ്രോ മറ്റേത് പൊട്ടിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻചാൻറ്റിങ് ടേബിൾ പൊട്ടിച്ച് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. താഴത്ത് നമുക്ക് ഡീപ്പ് സ്ലെച്ച് അങ്ങ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീട്ടിലേക്ക് വാതിൽ തുറന്ന് വരുമ്പോൾ എന്നെ കാണുന്നത് ബെഡ്റൂമാണ്. അത് ഒരു ബെഡുള്ളൂ. അത് ഞാൻ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ 2 ആൾക്കാരുണ്ടാവും. 2 പേരുണ്ടെങ്കിൽ 2 ആളും കിടന്നുറങ്ങിയാലാണ് നൈറ്റാണെങ്കിൽ കാലത്താവുള്ളൂ. അപ്പോൾ സിദ്ദീസ് പ്രോ ഇവിടുത്തെ താഴത്തെ ഈ ഓക്ക് വുഡൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യും ഗൈസ്. അപ്പോൾ ഓക്ക് സ്ട്രിപ്പ് ചെയ്ത വുഡൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഡീപ്പ് സ്ലെച്ച് വെക്കണം ഗൈസ്. അപ്പം എൻചാൻറ്റിങ് ടേബിൾ പൊട്ടിച്ച് മാറ്റാനുള്ള കാരണം അത് താഴത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവറൊന്നും കിട്ടില്ല. അത് ഞാൻ പുറത്തങ്ങ് ഉണ്ടാക്കി വെക്കുന്നതാവും. എന്നാലാണ് ആ എൻചാൻറ്റിങ് ടേബിളിൻ്റെ പവറൊക്കെ കിട്ടുള്ളൂ. താഴത്ത് വെച്ച് കഴിഞ്ഞാൽ ആ എൻചാൻറ്റിങ് ടേബിളിൻ്റെ പവറൊന്നും കിട്ടില്ല. അപ്പം ഞാനിവിടെ ഡീപ്പ് സ്ലെച്ചൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മൊത്തം ഡീപ്പ് സ്ലെച്ച് വെക്കണം, താഴത്തും വെക്കണം. ആദ്യം ഞാൻ റൗണ്ടിൽ മൊത്തം വെച്ചിട്ട് എന്നിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ഉള്ളിൽ മൊത്തം വെക്കാം ഗൈസ്. അപ്പം ഇത്തിരി ഈസി ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഉള്ളിൽ മൊത്തം മൊത്തം വെക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഈ റൂം നമുക്ക് നന്നായി ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെയും കൂടിയും ബ്ലോക്ക് വെക്കണം. ഓ ഗൈസ്, അവിടെയും ഞാൻ അറിയാണ്ട് ഒരു ബ്ലോക്ക് വെച്ചു. അത് നമുക്ക് പൊട്ടിച്ച് മാറ്റണം പിക്കേഴ്സ് കൊണ്ട്. ഓക്കെ ഗൈസ്, അത് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്ത് നിരത്തി വയ്ക്കാം. ഇനി 7 ബ്ലോക്കും കൂടി ഉണ്ട്, അതും വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 3 ഡീപ്പ് സ്ലെച്ച് ഉണ്ട്. ഇനി നമുക്ക് ബെഡിൻ്റെ ഒക്കെ പണി നോക്കണം. അപ്പോൾ സിദ്ധിയുടെ ബ്ലൂ ബെഡും എൻ്റെ റെഡ് ബെഡുമാണ്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. ഞാനാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇവിടെ 2 ഓക്കിൻ്റെ സ്റ്റെയർസ് വെക്കണം ഗൈസ്. എന്നിട്ട് ഇവിടെ ഓക്ക് വുഡ് വെച്ചിട്ട് അതിനെ സ്ട്രിപ്പ് ചെയ്യണം. അതേപോലെ അവിടെയും ഇവിടെയും ചെയ്യുന്നുണ്ട് ഞാൻ. ഇങ്ങനെയല്ല ഗൈസ്, മുകളിലോട്ട് ഇങ്ങനെ വെക്കണം. മുകളിലോട്ട് വെച്ചിട്ട് അത് സ്ട്രിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ 2 ട്രാപ്പ് ഡോറ് വെക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ട്രാപ്പ് ഡോറ് 2 അടച്ച് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ സ്റ്റെയർ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം വയ്ക്കുക. എന്നിട്ട് നമ്മുടെ താഴത്തുള്ള ഡീപ്പ് സ്ലെച്ച് ബ്ലോക്ക് ഉണ്ടല്ലോ, എൻ്റെ പിക്കേഴ്സ് എടുത്തിട്ട് ഈ ഡീപ്പ് സ്ലെച്ച് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ നമ്മുടെ ഓക്ക് പ്ലാങ്ക് വെക്കണം. 2 ഭാഗത്തും പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതവിടെ വയ്ക്കാം, ഇവിടെയും വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കാർപ്പറ്റൊക്കെ വെക്കണം. അപ്പം നമ്മളുടെ ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ട് വെക്കണം. സിദ്ദീസ് പ്രോ അവിടെ പോട്ട് വെക്കുന്നുണ്ട്. ഈ ബെഡിൻ്റെ കളറ് നീല ആയതുകൊണ്ട് ഇവിടെ ഒരു നീല പൂവ്. എൻ്റെ ബെഡിൻ്റെ കളറ്
ചോപ്പി ആയതുകൊണ്ട് അവിടെ ഒരു പോട്ടിൽ ചോപ്പ പൂവ്. അപ്പോൾ 2 സ്ഥലത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു ചട്ടി പോലത്തെ സാധനം വെക്കുന്നുണ്ട്. അവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് നമ്മൾ കമ്പോസ്റ്റർ വെക്കുന്നുണ്ട്. കമ്പോസ്റ്റർ യൂസ് ചെയ്യുന്നത് ബോൺ മീൽ ഉണ്ടാക്കാനാണ്. സീഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബോൺ മീലായിട്ട് പിന്നെ കിട്ടും. കൃഷി ചെയ്യാം. പിന്നെ മറ്റേ സ്ഥലത്ത് അവിടെ ലാഡറാണ്, അപ്പോൾ അവിടെ നമുക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ സിദ്ദീസ് പ്രോ സ്ലാബ് വെച്ചിട്ടുണ്ട്. സ്ലാബ് വെക്കുക, എന്നിട്ട് ഇവിടെ ലാൻഡ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ നേരെയും ചെയ്യുന്നുണ്ട് സിദ്ദീസ് പ്രോ. അപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ലാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോർച്ചൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് ലാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. എൻ്റെ ബെഡിൽ ഞാൻ കിടന്നിട്ടുണ്ട്, റെഡ് ബെഡ്. ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മേളിലേക്ക് കയറി പോകണ്ടേ. പിന്നെ ഞാൻ നെതർ വാർട്ടിൻ്റെ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസ് കണ്ട് പിടിച്ച ആ വീഡിയോയിൽ ഞാൻ നെതർ വാർട്ടിൻ്റെ ഫാം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചില്ല. അതുകൊണ്ടാണ് നെതർ വാർട്ടിൻ്റെ ഫാം ഉണ്ടാക്കിയത് കാണിച്ചത്. ഫോട്ടോസ് കണ്ടുപിടിച്ചപ്പോൾ ആ സമയത്ത് നെതർ വാർട്ട് ഞാൻ പോയി കളക്ട് ചെയ്തതാണ്. ടോർച്ചൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് ലാൻഡേണാണ് നമ്മൾ വെച്ചത്. അത് ലൈറ്റിന് വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഒന്നുമില്ലെങ്കിൽ ഇത്രയ്ക്ക് ഇരുട്ടാവും. അപ്പം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ടോർച്ച് ഒന്നുമില്ലെങ്കിൽ. പിന്നെ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി. പിന്നെ കാർപ്പറ്റ് സിദ്ദീസ് പ്രോ ഇവിടെ പല രീതിക്ക് വെക്കുന്നുണ്ട്. എങ്ങനെയാന്ന് ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് വെക്കും. അപ്പം ഞാൻ കുറേ ഡിസൈൻസൊക്കെ കണ്ടുപിടിച്ചു. കാർപ്പറ്റ് കുറേ രീതിയിൽ വയ്ക്കാം, പക്ഷേ ഞാൻ ഇതിലൊരു രീതിയിലാണ് ഞാൻ കാർപ്പറ്റ് വയ്ക്കുന്നത്. നമുക്ക് കാർപ്പറ്റ് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത്. അതിൽ ഈ ഡിസൈനാണ് ഞാൻ വെച്ചത്. ഓക്കെ, ഈ ഡിസൈനാണ് വയ്ക്കാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ഡിസൈനാണ്. മുന്നേ ഈ റൂമിലുണ്ടായിരുന്നത് എൻചാൻറ്റിങ് ടേബിളാണ്. എൻചാൻറ്റിങ് ടേബിളിൻ്റെ ചുറ്റും വെച്ച കാർപ്പറ്റാണ് ഇത്. ആ കാർപ്പറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാണ്. അതിലൊരു ഡിസൈനാണിത്. ഇതാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമ്മുടെ ബെഡ്റൂം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ.